വേതന വർധനവ് ആവശ്യപ്പെട്ടിട്ടുള്ള സമരമാണ്, അല്ലെങ്കിൽ സമരം ശക്തമാക്കാനുള്ള വർധനവ് നടപ്പാക്കിയില്ലെങ്കിൽ ശക്തമാക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് റേഷൻ വ്യാപാരികൾ പോകുന്നത്. ഇന്നും നാളെയും കടകൾ അടച്ച് പണിമുടക്കാനാണ് നീക്കം. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി സമരം നടത്തുന്നത്. തിരുവനന്തപുരത്ത് 2 ദിവസത്തെ രാപ്പകൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും റേഷൻ കടകൾ അടഞ്ഞുകിടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക എന്നതാണ് പ്രധാന ആവശ്യം. കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തതിന്റെ കമ്മീഷൻ നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങളുമുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും റേഷൻ കടകൾ അവധിയായിരുന്നു. ഇന്നും നാളെയും വ്യാപാരികൾ പണിമുടക്കുന്നതോടെ തുടർച്ചയായ 4 ദിവസം റേഷൻ കടകൾ അടഞ്ഞുകിടക്കും. റേഷൻ വ്യാപാരികളുമായി കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പണിമുടക്കിന് പുറമെ ഇന്ന് രാവിലെ മുതൽ നാളെ വൈകുന്നേരം വരെ തിരുവനന്തപുരത്ത് രാപ്പകൽ സമരവും സംഘടിപ്പിക്കും. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണനാണ് സമരം ഉദ്ഘാടനം ചെയ്യുക. നാളെ വൈകിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാപന പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ന് നാളെയും നടത്തുന്നത് സൂചനാ പണിമുടക്കാണെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുമെന്നും റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.